കലാപം അവസാനിക്കാത്ത മണിപ്പൂരിൽ ബി.ജെ.പിക്ക് വൻ രാഷ്ട്രീയ പ്രതിസന്ധി. ദില്ലിയിൽ അമിത്ഷാ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗം തുടരുന്നു. സഖ്യകക്ഷിയായ എൻ.പി.പി പിന്തുണ പിൻവലിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രി ബീരേൻ സിംഗ് എൻ.ഡി.എ യോഗവും വിളിച്ചു ചേർത്തു. അതിനിടെ ജിരിബാം ജില്ലയിലുണ്ടായ വെടിവെപ്പിൽ 20കാരൻ കൊല്ലപ്പെട്ടു. അക്രമം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ശക്തമായ ഇടപെടൽ നടത്തണമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടു. മണിപ്പൂരിൽ കലാപം രൂക്ഷമായി തുടരുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. വംശീയ കലാപം 1.5 വർഷം നീണ്ടിട്ടും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ ബീരൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ബി.ജെ.പി സർക്കാർ പരാജയപ്പെട്ടെന്ന് ചൂണ്ടിക്കാണിച്ച് പ്രധാന സഖ്യകക്ഷിയായ എൻ.പി.പി പിന്തുണ പിൻവലിച്ചതോടെ കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ് ബി.ജെ.പി. മാത്രമല്ല, മറ്റൊരു സഖ്യകക്ഷിയായ കുക്കി പീപ്പിൾസ് അലയൻസ് 1 വർഷം മുൻപേ എൻ.ഡി.എയിൽ നിന്നും പിന്മാറിയിരുന്നു. എൻ.പി.പിയും പിന്തുണ പിൻവലിച്ചതോടെ മുഖ്യമന്ത്രി ബീരൻ സിംഗിന്റെ നേതൃത്വത്തിൽ എൻ.ഡി.എ യോഗം വിളിച്ചു. അതേസമയം മണിപ്പൂരിൽ അക്രമ സംഭവങ്ങൾ അരങ്ങേറുകയാണ്. ജിരിബാമിലുണ്ടായ പ്രതിഷേധത്തിൽ 20 വയസ്സുകാരനെ സുരക്ഷാസേന വെടിവെച്ചു കൊലപ്പെടുത്തി. ബി.ജെ.പിയുടെയും കോൺഗ്രസിന്റെയും ഓഫീസുകൾ അക്രമികൾ അടിച്ചു തകർത്തു. 9 ബി.ജെ.പി MLA-മാരുൾപ്പെടെ ഇൻഫാൽ താഴ്വരയിലുള്ള 13 നിയമസഭാംഗങ്ങളുടെ വീടുകൾ അക്രമികൾ തകർത്തു. അതേസമയം സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിളിച്ച യോഗവും പുരോഗമിക്കുകയാണ്. ജിരിബാമിൽ 6 പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്നുണ്ടായ അക്രമ സംഭവങ്ങളിൽ ജില്ലയിൽ ഏർപ്പെടുത്തിയ കർഫ്യൂ തുടരുന്നുണ്ട്. 7 ജില്ലകളിൽ ഇന്റർനെറ്റ് സേവനവും നിരോധിച്ചിരുന്നു. അതേസമയം സുരക്ഷാ സേനയ്ക്ക് പ്രത്യേക അധികാരം നൽകിയത് കുക്കികളെ ലക്ഷ്യം വെച്ചാണെന്ന ആരോപണമാണ് ഉയരുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.